السلام عليكم ورحمة الله وبركاته. تفسير درس 36. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله مولانا العظيم. സൂറത്തുൽ ഫീൽ ഹിജ്റക്ക് മുമ്പ് ഇറക്കപ്പെട്ട മക്കിയ സൂറത്തുകളിൽപ്പെട്ടതാണ്. സൂറത്തുൽ ഫീൽ വിശദീകരിക്കുമ്പോൾ ആനക്കലഹ സംഭവമാണ് അതിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ ആനക്കലഹ സംഭവം ചുരുങ്ങിയ നിലക്കെങ്കിലും മനസ്സിലാക്കാതെ ഈ അധ്യായത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ നിലക്ക് ആ സംഭവം നമുക്ക് ആദ്യം വിവരിക്കാം. യമനിലെ ഹിമ്യർ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു ദൂനുവാസ് രാജാവ്. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയും അതോടൊപ്പം തന്നെ വളരെ ക്രൂരനുമായിരുന്നു. അവിടെയുണ്ടായിരുന്ന വിശ്വാസികളായ, അന്നത്തെ വിശ്വാസികൾ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചവരായിരുന്നല്ലോ. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 50 ദിവസം മുമ്പാണ് ആനക്കലഹ സംഭവം തന്നെ നടക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് നസ്രാനികളാണ്. ആ വിശ്വാസികളായ നസ്രാനികളെ ആക്രമിക്കുകയും ധാരാളം പീഡനങ്ങൾ അവർക്ക് മേൽ അഴിച്ചുവിടുകയും ചെയ്ത ആളായിരുന്നു ദൂനുവാസ് രാജാവ്. പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഒരു നിലക്കും അവിടെ ഒത്തുപോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ വിശ്വാസികളെല്ലാം നാട് വിടാൻ വേണ്ടി തീരുമാനിച്ചു. ഈ തീരുമാനം ദൂനുവാസ് അറിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിശ്വാസികളെ ഒരിക്കലും തന്നെ നാട് വിടാൻ സമ്മതിക്കാൻ പാടില്ല. കാരണം അവർ നാട് വിടുകയാണെങ്കിൽ അവർ ശക്തരായി തിരിച്ചു വന്ന് ഒരു പക്ഷേ നമ്മുടെ അധികാരം തന്നെ അവർ പിടിച്ചടക്കും. ഒന്നിരിക്കൽ അവർ ഇവിടുത്തെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ട് ഇവിടെ കഴിയട്ടെ, അവരെ ഉയരാൻ സമ്മതിക്കരുത്. അല്ലെങ്കിൽ അവരെ നമുക്ക് കൊന്നുകളയണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വലിയ കിടങ്ങുണ്ടാക്കണം. ആ കിടങ്ങിൽ വിറക് ശേഖരിച്ചുകൊണ്ട് തീയിട്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ രാജ്യം കടക്കാൻ വേണ്ടി എത്തുന്ന നസ്രാനികളെ പിടിച്ച് അതിൽ ഇട്ട് ചുട്ടുകൊല്ലണം. അങ്ങനെ വലിയ കിടങ്ങ് കയറി വിറക് ശേഖരിച്ച് തീയിട്ട് രാജ്യത്തിൻ്റെ അതിർത്തി കടക്കാൻ വേണ്ടി എത്തുന്ന വിശ്വാസികളായ നസ്രാനികളെ 20,000-ഓളം നസ്രാനികളെ വക്കാനു നസാറ വക്കാനു ഖരീബൻ മിൻ 20,000 20,000-ഓളം വരുന്ന
വിശ്വാസികളെ അവൻ ചുട്ടുകൊന്നു. അതിൽ വളരെ അത്ഭുതകരമായി കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാളായിരുന്നു ദൗസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നേരെ അഭയം തേടിയെത്തിയത് ഷാമിലെ കൈസർ ചക്രവർത്തി സീസറിൻ്റെ അടുത്തേക്കാണ്. അന്നത്തെ ഷാമിലെ ചക്രവർത്തി ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സമീപിച്ചത്. ഹിമ്യർ ചക്രവർത്തി കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങളും അനീതിയുമൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കുറേ ദൂരെയുള്ള രാജാവായതുകൊണ്ട് അടുത്തുള്ള എത്തോപ്യൻ രാജാവ് നജ്ജാശിയിലേക്ക് അദ്ദേഹം കത്തെഴുതുകയാണ്. കാരണം നജ്ജാശി രാജാവും ഇതേപോലെ പൂർണ്ണ വിശ്വാസിയാണ്, നസ്രാനിയാണ്. അദ്ദേഹത്തിന് കത്തെഴുതുന്നു, ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് ഹിമ്യർ ചക്രവർത്തി അവിടെ വിശ്വാസികൾക്കെതിരെ തിരിയുകയും 20,000-ഓളം വരുന്ന വിശ്വാസികളെ അദ്ദേഹം ചുട്ടുകൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ വിശ്വാസികൾക്ക് സമാധാനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, ശാന്തി നിങ്ങൾ പുനഃസ്ഥാപിക്കണം, അതിന് വേണ്ടുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ കത്തുമായി ദൗസ് നജ്ജാശി രാജാവിൻ്റെ അടുത്തെത്തുകയാണ്. നജ്ജാശി രാജാവ് ഈ കത്ത് വായിച്ചു. അദ്ദേഹം 2 പ്രഗത്ഭരായ, അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ വളരെ പ്രഗത്ഭരും വളരെ യുക്തിമാന്മാരുമായ അരിയാത്ത്, അബ്രഹത്ത് എന്നിങ്ങനെ 2 പേരെ ഹിമ്യർ ചക്രവർത്തിയുമായി ഏറ്റുമുട്ടാൻ പറഞ്ഞയക്കുകയാണ്. 2 വലിയ സൈന്യത്തോടൊപ്പമാണ് അവരെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അവർ 2 പേരും വലിയ സൈന്യവുമായി ചെന്ന് ഹിമ്യർ ചക്രവർത്തിയുമായി അഥവാ ദൂനുവാസുമായി ഏറ്റുമുട്ടുകയും ദൂനുവാസിനെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ഒരു നിലക്കും രക്ഷപ്പെടുകയില്ല എന്ന് കണ്ടപ്പോൾ ദൂനുവാസ് സമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഹിമ്യറിൻ്റെ ആ ഭരണം ഈ 2 പേരും അബ്രഹത്തും അരിയാത്തും പിടിച്ചടക്കുകയാണ്. അങ്ങനെ പിടിച്ചടക്കിയതിന് പ്രതിഫലം എന്ന നിലക്ക് നജ്ജാശി രാജാവ് അരിയാത്തിനെയും അബ്രഹത്തിനെയും അവിടുത്തെ ഭരണ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ വളരെ സുന്ദരമായി, വളരെ സമാധാനപരമായി 2 പേരും ഭരണം നടത്തുകയാണ്. എല്ലാവർക്കും വളരെ സുഖകരമായ സമാധാനപരമായ ജീവിതം നയിക്കാം. എത്രത്തോളം ദൂനുവാസിൻ്റെ ആളുകൾക്ക് വരെ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭരണമായിരുന്നു. അങ്ങനെ 2 പേരും അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കെ ഈ ഭരണത്തിൻ്റെ പേരിൽ തന്നെ, അധികാരത്തിൻ്റെ പേരിൽ തന്നെ 2 പേരും പരസ്പരം കലഹിക്കുന്ന ഒരവസ്ഥയിലെത്തി. അങ്ങനെ വന്നപ്പോൾ അത് ഒരു വലിയ സംഘട്ടനത്തിലേക്ക് നീങ്ങും എന്നായപ്പോൾ അരിയാത്ത് അബ്രഹത്തിന് ഒരു ലെറ്റർ എഴുതി. എന്തിനാണ് ഇനി വലിയൊരു കലഹത്തിലേക്ക് ജനങ്ങളെ നമ്മൾ ഇറക്കുന്നത്? നമ്മളിൽ ആരാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്നതിലല്ലേ നമുക്ക് പ്രശ്നം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രജകളെ അതിലേക്ക് ഇറക്കേണ്ടതില്ല, നമുക്ക് 2 പേർക്കും ഏറ്റുമുട്ടാം. അതുകൊണ്ട് ഉബ്റുസ് ഇലയ്യ വ അബ്റുസ് ഇലൈക്ക്, നീ എന്നിലേക്ക് വാ, ഞാൻ നിന്നിലേക്കും വരാം. അങ്ങനെ നമ്മൾ 2 പേരും തമ്മിലൊന്ന് ഏറ്റുമുട്ടുക. എന്നിട്ട് ആരെയാണോ ഇല്ലായ്മ ചെയ്യുന്നത്, കൊന്നുകളയുന്നത്, അദ്ദേഹം ഭരണം ഏറ്റെടുക്കാം, മറ്റേ ആൾ തീർന്നല്ലോ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താം. അബ്രഹത്ത് അത് സമ്മതിക്കുന്നു. അങ്ങനെ 2 പേരും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അതിനു വേണ്ടിയുള്ള
ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.